ഇന്ന് നമ്മുടെ പടവലത്തിന് കുറച്ച് വളമൊക്കെ ഇടാമേ. എനിക്കിത് 6 ഉണ്ട് പടവലത്തിൻ്റെ. ഞാൻ ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. തക്കാളിയുടെ തൈയൊക്കെ ഉണ്ട്, കുമ്പളത്തിൻ്റെ ഉണ്ട്. അതിനൊക്കെ ഇനി ഇതുപോലെ വളമിടണം. ഇത് ഈ 2 വെച്ച് ഞാൻ 3 ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് നട്ടപ്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ടതേ ഉള്ളൂ. ഇതിപ്പോൾ അതിന് വള്ളി വീശിയപ്പോൾ നമ്മൾ അടുത്ത വളമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനാദ്യം ചാരം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോളോമേറ്റ് ഇട്ടു, ചാണകപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ ചെവിടെ ദൂരെ കൂട്ടി ഒന്ന് കൈകൊണ്ട് ഇളക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എല്ലാവരും ഒന്നിച്ചൊക്കെ വളമിടുമോയെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ എല്ലാത്തിനും ഈ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ കടലപ്പിണ്ണാക്കും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് വെറുവായിട്ടുള്ള മണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അയ്യത്തൊക്കെ കിളച്ച മണ്ണില്ല, അയ്യത്തൊക്കെ നല്ല വളമുള്ള മണ്ണാണ്. അത് കുറച്ച് കിളച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ വിതറി ഇളക്കിയൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മുറ്റത്തൊക്കെയുള്ള കരിയിലയും കൂടെ വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചെറിയ ഗ്രോ ബാഗ്. സാധാരണ ഗ്രോ ബാഗിലും കുറച്ച് ചെറുതാണ്, അതിന് വിസ്താരം കുറവാണ്. അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ കരിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ വെയിലടിക്കത്തില്ലല്ലോ. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ആ കരിയിലയൊക്കെ അങ്ങ് പൊടിഞ്ഞ് പൊക്കോളും. പിന്നെ ലിക്വിഡായിട്ടുള്ള ചാണകം കലക്കിയത്, പച്ച ചാണകം കലക്കിയതൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് പന്തലൊക്കെ ഇടണം. അങ്ങനെ 3 തടത്തിലുണ്ട്, 2 വെച്ചിട്ട് നട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.